സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞ് ഞാനൊരു വണ്ടി സംഭാവനയായിട്ട് എനിക്ക് കിട്ടിയത്. സംഭാവനയ്ക്കുള്ള മോഹമൊന്നും ഇതിനകത്തില്ല, സംഭാവന വാങ്ങിക്കുന്ന ആളുമല്ല. ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടാറ്റ സിയാറ വണ്ടി എനിക്കാണ് തന്നത്. ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ കടലാസാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയും ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഞാൻ ബാങ്കിൽ കമ്പനിക്ക് പൈസ കൊടുക്കുകയും ചെയ്തതിൻ്റെ രേഖയാണ് കാണുന്നത്. ഗണേഷ് കുമാറിന് അത്രയും ഗതികേടൊന്നും വന്നില്ല. ആ ഗതികേട് വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയം മതിയാക്കിയാണ്. ഇനി രാഷ്ട്രീയം മതിയാക്കത്തില്ല. കാരണം അഴിമതി നടത്തി ജീവിക്കേണ്ട ഗതികേട് വരുന്ന ദിവസം രാഷ്ട്രീയം മതിയാക്കുമെന്ന് 20 കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവുമില്ല. എനിക്ക് കാറ് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കാശ് ഞാൻ അധ്വാനിച്ച് സിനിമ അഭിനയിച്ച് ജീവിക്കുന്നത്. എനിക്ക് വേറെ വരുമാനമുള്ള ആളാണ്, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ രേഖകളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്. എനിക്ക് ആ കമ്പനിക്കാർ ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങിച്ചാൽ, ഒരു മാരുതി കാർ വാങ്ങിച്ചാൽ അവർ മാറ്റെങ്കിലും ഇട്ട് തരും. എനിക്ക് ആ മാറ്റം പോലും ഇട്ട് തന്നില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നതുമില്ല. ഒരു ഡിസ്കൗണ്ട്, വണ്ടിക്ക് ഒരു ഡിസ്കൗണ്ട് തന്നിട്ടില്ല. സാറിന് ഇപ്പം നിങ്ങളെല്ലാം കാർ വാങ്ങിക്കാൻ പോയാൽ, ഒരു ബൈക്ക് വാങ്ങിക്കാൻ പോയാൽ കമ്പനിക്കാരന് ഒരു 10,000 രൂപ ഡിസ്കൗണ്ട് എങ്കിലും തന്നിട്ടില്ല. എനിക്ക് അതും തന്നിട്ടില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ അന്തസ്സായിട്ട് ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ ഉപയോഗിക്കുന്ന കാറ് എൻ്റേതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമില്ല. ഇതെൻ്റെയും കൂടെ ആണല്ലോ എന്ന് വേറൊരാൾ പറയുന്നത് എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ പാർട്ടി നേതാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു തെറ്റായ നടപടി നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഏതൊരു അന്വേഷണം, CBI അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു പ്രശ്നം ഞാൻ നല്ല KSRT മുഴുവൻ പരിശോധിക്കണം. ഞാൻ KSRTയിലെ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിരുന്ന കാലത്ത് അവരെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് വണ്ടി വാങ്ങിച്ചാൽ കമ്മീഷൻ കിട്ടും. വണ്ടിയുടെ വില തന്നെ വളരെ തുച്ഛമാണ്. ഈ ഒരു ചേസിൻ്റെ പുറത്ത് കമ്പനി കിട്ടുന്ന മാർജിൻ തന്നെ തുച്ഛമാണ്. അതിൽ നിന്ന് ഒരു വണ്ടി 10-25 ലക്ഷം രൂപ വരെയുള്ള വണ്ടി വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്ന മണ്ടത്തരം. ഇതൊക്കെ നിർത്തുക. ഇത്തരം ചീപ്പായിട്ടുള്ള പ്രവർത്തനം നിർത്തുക. ഈ പേന എടുത്ത് കാണിച്ചുള്ള പരിപാടിയൊന്നുമില്ല. പേന ഞാനും കാണിച്ചല്ലേ 2 പേന. ഇത് മഷി പിടിക്കുന്ന പേന, ഇത് ഡോട്ട് പേന. ഇത് തമ്മിൽ വെച്ചാൽ റിനോൾട്ടിൻ്റെ ഒരു പേനയും പാർക്കറിൻ്റെ ഒരു പേനയും കൂടെ അല്ല ഞാൻ കാണിക്കുന്നത്. 1.5 രൂപ 10 രൂപയ്ക്ക് കിട്ടുന്ന റിനോൾട്ടിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയോടെ കാണിച്ചു. ഈ പേനകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്തസ്സായ പേന ഒരു ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അഴിമതിക്കെതിരെ സത്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ മതേതരത്തിന് വേണ്ടി പോരാടാനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വ്യാജ വാർത്ത ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് ഉദാഹരണം കാണിക്കാനല്ല. പേനയ്ക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അത്ര എനിക്ക് പറയാനുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ഏത് രേഖകളും പരിശോധിക്കാം. നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം KSRTയിൽ അപേക്ഷിക്കാം. ഓരോ മാധ്യമ സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും ഇതുപോലെ ഒരു രേഖ, ഈ ലേഖനം കിട്ടിയ ഒരു രേഖ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. KSRT ഒരിക്കൽ പോലും വാങ്ങാത്ത വില 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഒരു വണ്ടിയുടെ ചേസിൻ്റെ പുറത്ത് വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മാധ്യമത്തിനും അവിടുത്തെ എഡിറ്റർമാരെയും തെറ്റിദ്ധരിപ്പിച്ചത് ഖേദം പ്രകടിപ്പിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ചാനലിന് ചീത്തപ്പേരുണ്ടാവും. നമ്മൾ അത് പറയുന്ന ആൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഇടുന്നതിന് മുമ്പ് എഡിറ്റർമാരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായി. ഇതിനകത്ത് വല്ല മാസ്റ്റർ വേറെ ഒരു ചാനലും എടുത്തില്ല. കുറച്ച് സോഷ്യൽ മീഡിയക്കാരെടുത്ത് അതെന്താ രാഷ്ട്രീയ വിരോധം. ഞാനെന്താ തോറ്റിട്ടങ്ങ് ഓടിപ്പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ എല്ലാ മഹാന്മാർ ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് രാഷ്ട്രീയപരമായിട്ടല്ല, വർഗീയ ശക്തികളുമായി UDF ഉണ്ടാക്കിയ അവിശുദ്ധമായ ഡീലിൻ്റെ ഭാഗമാണ്. ഇവിടെ UDFും LDFും തമ്മിൽ ഡീൽ ചെയ്തു, LDFും BJPയും തമ്മിൽ ഡീൽ ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും UDFും BJPയും തമ്മിലായിരുന്നു. പത്തനാപുരം നിയമമണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 14,000 വോട്ടിന്. അന്ന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് ജയിച്ചു. അത്ഭുതപ്പെടാനുള്ള ഇത് കണക്കാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കണക്കാണ്. കാരണം ഡീല് നടന്നത് BJPയും UDFും തമ്മിലാണ്. കഴക്കൂട്ടത്ത് നടന്ന ഡീല്, നേമത്ത് നടന്ന ഡീല്, അവിടെയെല്ലാം LDF 2ാം സ്ഥാനത്തുണ്ട്. ചാത്തന്നൂർ നടന്ന ഡീല്. അപ്പം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കൊടുക്കുമ്പോൾ തന്നെ പരാജയം കോൺഗ്രസ് സമ്മതിച്ചിട്ടാണ് ഡീൽ നടത്തിയത്.